ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ 2 കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമതായത് നമ്മുടെ ഈ ഒരു വണ്ടിയും, രണ്ടാമത് കോളാമ്പി, അതായത് മൈക്ക് സെറ്റുകാരൊക്കെ ഉപയോഗിക്കുന്ന കോളാമ്പി, അതിൻ്റെ യൂണിറ്റ് നന്നാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടി ഇത് ഞാൻ 2015 മേടിച്ച വണ്ടിയാണ്. 2005 മോഡൽ സിറ്റി ഹണ്ടറായിരുന്നു. അപ്പോൾ 2015 ഞാനിത് മേടിക്കുകയും ഏകദേശം 2-3 വർഷമൊക്കെ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു. പിന്നീട് ഇതിൻ്റെ പിസ്റ്റനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് നന്നായിട്ട് പുകയും കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലച്ചൊക്കെ തേഞ്ഞ് തീർന്നായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ വണ്ടിയുള്ള സ്ഥിതിക്ക് പിന്നെ ഇതിൻ്റെ പണികളെല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ അടിച്ച് പണിയിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ കാർബറേറ്ററൊക്കെ അഴിച്ച് വെച്ചേക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ച് വെച്ചേക്കണം. ഇനി അത് പിടിപ്പിക്കാനുണ്ട്. ഇപ്പം ഈ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന് അടുത്തായിട്ട് ഒന്നുകൂടെ ഒന്ന് പണിതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു ആക്സിലേറ്റർ വരുന്ന ഈ ഭാഗത്തെ ഒരു സ്വിച്ചും വരുന്ന ആ ഒരു സെറ്റ് അത് ഫുള്ളായിട്ട് പൊട്ടിപ്പോയായിരുന്നു. അതിൻ്റെ സ്ക്രൂ അഴിക്കാൻ പറ്റാതെ. അങ്ങനെ അത് നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് മേടിച്ചതാണിത്. ക്രിക്കറ്റല്ല, ഈ വണ്ടിയുടെയൊക്കെ പൊളി സാധനങ്ങൾ കിട്ടുന്ന കടയിൽ നിന്ന് മേടിച്ചാണ്. അതുപോലെ തന്നെ 2 ക്ലാമ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഹെഡ് വരുന്ന സ്ക്വയർ പോലത്തെ ഉള്ളതായിരുന്നു. അപ്പം അത് മാറ്റിയിട്ട് റൗണ്ട് ലൈറ്റ് LED വെക്കാനാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് പല പരീക്ഷണങ്ങൾക്ക് നമുക്ക് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട പല പരീക്ഷണങ്ങളും നടത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ നമുക്ക് ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി തുടർന്നുള്ള വീഡിയോയിൽ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക്സ് പരമായുള്ള ഐഡിയ പരമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കാം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. ഇനി നമുക്ക് യൂണിറ്റിൻ്റെ വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചിലപ്പം വലിയ കാര്യമായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കില്ല. കാരണം നിങ്ങൾക്കിത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഉപകാരപ്പെടില്ല. അപ്പം ഇതൊരു അറിവിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ കാണാത്തവരുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 40 വാട്ട്സിൻ്റെ യൂണിറ്റാണ്. അതായത് കോളാമ്പിക്കൊക്കെ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. അപ്പം ഈ ഒരു ചെറിയ 40 വാട്ട്സിൻ്റെ ഇതിൽ നിന്നാണ് വലിയ അത്രയും സൗണ്ട് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു കോളാമ്പി പോലെ സാധനത്തിൽ നിന്നാണ് അത്രയും കൂടുതൽ ഒരു ഇത് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇതിപ്പോൾ കത്തിപ്പോയേക്കുവാണ്. ഇത് എൻ്റെ വീടിന് അടുത്തുള്ള ഒരു അമ്പലത്തിലായിരുന്നു. അപ്പം ഇത് അറിയാതെ എന്തോ അതിൻ്റെ വയറുണ്ട് കറണ്ടിൽ കുത്തി, ലൈറ്റിൻ്റെ വയറാന്ന് ഓർത്താൽ എന്തോ കറണ്ടിൽ കുത്തിൻ്റെ 3 യൂണിറ്റും കംപ്ലൈൻറ്റ്. അങ്ങനെ 3 ഡയഫ്രം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അഹൂജയുടെ ഡയഫ്രത്തിന് ഇത് നമുക്ക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 35 മുതൽ 60 വാട്ട്സ് വരെ ഉള്ള ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ഏകദേശം 90 രൂപയാണ് ഒരു ഡയഫ്രത്തിൻ്റെ വില. അപ്പോൾ ഈ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കൽ വളരെ എളുപ്പമാണ്. ഇതുപോലത്തെ ഒരു ഡയഫ്രം മേടിച്ച് ആ ഒരു യൂണിറ്റിൻ്റെ മുകളിൽ വരുന്ന ഹെഡ് അടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡയഫ്രം ഈ 2 കാല് സോൾഡർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം സ്പീക്കറിൻ്റെ വരുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെയാണ്. സ്പീക്കറിൻ്റെ ഡയഫ്രം നമുക്ക് ഇത്ര ഈസി ആയിട്ട് മാറാൻ പറ്റില്ല. അന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ഡയഫ്രം നമുക്ക് ഇനി ഇതിലേക്ക് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എല്ലാം സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ കയറിയിട്ടാണ് ഇത് തുരുമ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ രീതിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം സ്പീക്കറിൻ്റെ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ്. നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെയുള്ള മാഗ്നറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് കത്തിപ്പോയ ഈ ഒരു ഡയഫ്രം നമുക്ക് മാറ്റിയിട്ട് പുതിയ ഡയഫ്രം ഇടണം. അപ്പോൾ ഇത് കറണ്ടിൽ കുത്തിയോണ്ടാണ് അത് കത്തിപ്പോയത് വേഗം. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ സോൾഡർ ചെയ്ത ആ ഭാഗം അങ്ങനെ 2 കാലുകളും വിടിയിച്ചാൽ മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് തൂരിയെടുക്കാൻ പറ്റും. പുതിയ ഡയഫ്രത്തിൻ്റെ ഇതിനാവശ്യമുള്ള നീളം മാത്രം ഇട്ടിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഓവറായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും വരുന്ന ആ ഒരു റിങ്ങിയ പോലെ വരുന്ന ഭാഗത്ത് മെറ്റലായതുകൊണ്ട് തന്നെ ഇത് ഷോർട്ടാകും. അപ്പോൾ നമുക്കത് ആവശ്യത്തിനുള്ള നീളത്തിൽ മാത്രം ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ആ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് തന്നെ സോൾഡിങ് പേസ്റ്റൊക്കെ അപ്ലൈ ചെയ്തിട്ട് പഴയ ഡയഫ്രം മാറ്റിയ സ്ഥാനത്ത് നമ്മൾ ഈ പുതിയത് വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത് ചെയ്യുമ്പം ഇതിനകത്ത് ഇതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഈ ഒരു ഹെഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് L1 L2. അപ്പം L1 ആണ് പോസിറ്റീവ്, L2 നെഗറ്റീവും. അപ്പം അതുപോലെ തന്നെ ഡയഫ്രത്തിലുണ്ട് L1 L2. അപ്പോൾ അത് നോക്കി തന്നെ കൊടുക്കണം. ലൈൻ 1 ലൈൻ 2 എന്നുള്ളത് നോക്കി തന്നെ കൊടുക്കണം. തിരിഞ്ഞു വരണമെങ്കിൽ സൗണ്ട് സെറ്റപ്പ് ആവില്ല. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റ് നോക്കി ഇവിടെ എഴുതിയേക്കുന്നത് നോക്കി അതേപോലെ തന്നെ ആ ഒരു ഹെഡിലേക്ക് ഉറപ്പിക്കുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഇത് ഉറപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ സ്ക്രൂ ഇറങ്ങുന്ന ഹോളൊക്കെ കറക്റ്റ് നോക്കി വേണം ചെയ്യാൻ. പിന്നീട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഫിക്സ് ചെയ്യൽ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ഓക്കെ ആക്കി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഡയഫ്രത്തിൻ്റെ 2 ലീഡുകളും നമുക്കിതിലേക്ക് നന്നായിട്ട് തന്നെ സോൾവ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. പിന്നെ ഇതിന് സ്ക്രൂകൾ ചെയ്താൽ ഇത് സംഗതി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത്രയുള്ള ഡയഫ്രം ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിനി അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഇത് നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു കോയിൽ കിട്ടാനാണ്, വോയിസ് കോയിൽ കിട്ടാനാണ് ഇച്ചിരി പാട്. അപ്പം
അതിന് പല അളവുണ്ട്. അപ്പം ഇതുപോലത്തെ യൂണിറ്റുകൾക്ക് ഏകദേശം എല്ലാത്തിനും സെയിം അളവ് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഡയഫ്രം മേടിക്കാൻ കിട്ടും. അതേസമയം സ്പീക്കറുകളുടെയൊക്കെ സൈസ് മാറ്റമുള്ളതുകൊണ്ട് അത് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ പേപ്പറും കാര്യങ്ങളും കിട്ടും. അതായത് അതിൻ്റെ ആ സ്പീക്കറിൻ്റെയൊക്കെ പേപ്പറും കാര്യങ്ങളും, പേപ്പർ കോൺ എന്ന് പറയും. അപ്പോൾ ആ സാധനമൊക്കെ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പഴയ സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നന്നാക്കി എടുക്കുന്നതിനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ തുടർന്ന് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമ്മൾ നല്ല കിടിലൻ വീഡിയോസായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇത് പെട്ടെന്ന് ഈ ഒരു ഇത് നിങ്ങൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ആ ഒരു കാര്യം പറയാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം സാധാരണ നമ്മൾ 3 ദിവസം 4 ദിവസമൊക്കെ ഗ്യാപ്പിട്ടാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ആ രീതിയിൽ കണക്കാക്കുന്നില്ല. നമ്മൾ അടുത്ത ദിവസം തന്നെ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം നാളെ ഞായർ നമ്മുടെ വേറൊരു ഇലക്ട്രോണിക്സ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഏകദേശം ഈ ഒരു എണ്ണത്തിൻ്റെ പണി തീർന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്ത് നമുക്ക് സ്പാർക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും പിന്നെ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സൗണ്ട് കേൾക്കും. ഇവിടെ നമ്മൾ പാട്ടൊന്നും വെച്ച് കേൾപ്പിക്കുന്നില്ല. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.